ഒരു പുരുഷനായ സീനിയർ അഭിഭാഷകൻ ഒരു ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലാണ് സംഭവം. ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ചത് സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻ. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്ന് യുവതി പറയുന്നു. യുവതിയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഈ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുപോലെ ഒരു ഇഷ്യൂ ആണ്. സാർ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കും, അതിലെന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗം പറയാൻ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോവും. സാർ എന്റെ ഭാഗം കേട്ടിട്ട് പോയാൽ മതി, സാർ ഇപ്പൊ പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തില്, അതായത് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ സാറിനെ തടയുവാണല്ലോ. പോകണ്ട സാർ, ഇപ്പൊ പോകണ്ട, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. അപ്പോൾ അതിന്റെ ബേസിസിൽ ആ ദേഷ്യത്ത് അടിക്കും. സ്ഥിരം ഇങ്ങനെ കയ്യേറുന്ന വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫയൽസ് ഒക്കെ മുഖത്ത് വലിച്ചെറിയ, ഒത്തിരി ജൂനിയേഴ്സ് ഓഫീസിൽ അവിടെ വഞ്ചൂർ കോടതിയിൽ ആരോട് ചോദിച്ചാൽ അറിയാം, ആ ഓഫീസിൽ ആരും നിൽക്കത്തില്ല. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അസോസിയേഷൻ ഓഫീസിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന അസോസിയേഷന്റെ തീരുമാനം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനമേറ്റതിന്റെ ആദ്യ സംഭാഷണങ്ങളാണ് നമ്മളിപ്പോൾ ആ മർദ്ദനമേറ്റ അഭിഭാഷകയിൽ നിന്ന് തന്നെ കണ്ടത്. ജൂനിയർ അഭിഭാഷക ശ്യാമിലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ശ്യാമിലിയെയാണ് സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻ മർദ്ദിച്ചത്. വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അഭിഭാഷക ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവർ നൽകിയ സംഭാഷണമാണ് ദൃശ്യങ്ങൾ സഹിതം നമ്മളിപ്പോൾ കണ്ടത്. നോക്കുക, ആ മുഖത്ത് സീനിയർ അഭിഭാഷകൻ അടിച്ച് ചോര പടരുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്താണ് സംഭവിച്ചത്? ബനീഷ്, ഇന്ന് വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റിരിക്കുന്നത്. സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻ ദാസാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. മുമ്പും യുവതി ഇതുപോലെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അഭിഭാഷകൻ ഇതിനു മുമ്പ് മർദ്ദിച്ചത് പ്രത്യേകിച്ചും സ്റ്റാഫുകളോട് ഇദ്ദേഹത്തിന് മോശമായ പെരുമാറ്റമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഷാമിലിയെ അഭിഭാഷകൻ രാവിലെ തർക്കമുണ്ടായിരുന്നു, ഷാമിലിയുമായി തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് മോപ്പ് സ്റ്റിക്ക് കൊണ്ടും അതോട് കൈകൊണ്ടും ആവർത്തിച്ച് അടിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ ചോദ്യം ചെയ്ത് ഏതായാലും നേരത്തെ ഈ ഷാമിലിയെ ഇവിടെ നിന്ന് ജോലിക്ക് വരണ്ട എന്ന് അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ഇതിനുശേഷം പിറ്റേ ദിവസം തന്നെ തിരിച്ചു വരാനായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഷാമിലി എത്തിയപ്പോഴാണ് ഈ അഭിഭാഷകൻ മറ്റു മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ അത് ഈ പറഞ്ഞു വിട്ടതിന്റെ കാരണം എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇത് മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത്. കൂടെ ഒപ്പമുണ്ടായിരുന്ന ആരും സഹായിച്ചില്ല എന്നും അറിയുന്നുണ്ട്. ഏതായാലും ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പോലീസ് ഈ ബെയിലിനെ അറസ്റ്റ് ചെയ്യാനായി ഓഫീസിലേക്ക് വന്നിരുന്നു. എന്നാൽ ബാർ അസോസിയേഷൻ അതിന് അനുവദിച്ചിരുന്നില്ല. പിന്നീട് ബെയിലിന് അവിടെ നിന്ന് പോവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഈ ഷാമിലി ചികിത്സയിലാണ്. ആശുപത്രി ജനറൽ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. സാരമായ പരിക്കാണ് മുഖത്തേറ്റിട്ടുള്ളത്. പിന്നീട് ഈ തൊഴിലിടത്തിൽ ഇത്തരത്തിലുള്ള നേരത്തെ പലതവണ ചൂഷണം നേരിട്ടു എന്നും ഷാമിലി വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ബനീഷ്. വിഷ്ണു കരുണാകരൻ, ഈ ജൂനിയർ അഭിഭാഷകയും സീനിയർ അഭിഭാഷകനും മറ്റേതെങ്കിലും പ്രമുഖ വക്കീലിന്റെ കീഴിലുള്ള അഡ്വക്കേറ്റുമാരാണോ അതോ വ്യത്യസ്ത ഇടങ്ങളിലുള്ളവരാണോ? ബനീഷ്, ഈ ഷാമിലി കുറച്ച് വർഷങ്ങളായി തന്നെ ഏകദേശം 2017 മുതൽ തന്നെ ഈ സീനിയർ അഭിഭാഷകനായ ബെയിലിന്റെ കീഴിൽ ജോലി ചെയ്തു വരികയാണ്. ഇപ്പോൾ ഒപ്പമുള്ള അഭിഭാഷകർ പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ജൂനിയർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഓരോരുത്തരെയായി ഇയാൾ ഒഴിവാക്കുന്നുവെന്നാണ്. അതിന്റെ ഭാഗമായാണ് ജോലിക്ക് വരണ്ട എന്ന് സൂചിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം പിന്നീട് തിരിച്ചു വിളിച്ചിരുന്നത്. എന്നാൽ ഈ കാരണം ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് മർദ്ദനത്തിലേക്ക് കടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബെയിലിന് ഇപ്പോൾ സ്ഥലത്തു നിന്നും പോയിട്ടുണ്ട്, വീട്ടിലേക്കാണ് പോയതെന്നാണ് വിവരം. ഏതായാലും പോലീസിന് ഇതുവരെയും ബെയിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ ഷാമിലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കാവുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് നേരെ സീനിയർ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവരുടെ മുഖം അടിയേറ്റ്
ചുവന്ന് തിണർത്തിരിക്കുന്നു. ചോരപ്പാടുകൾ പോലെയാണ് അതിൽ മുഖത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാവുന്നത്. വളരെ ഗുരുതരമായ വാർത്തയാണ്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.